Our dreams are sky high. We climb the ladder up to the sky. This corridor, that fragrant rose taught us how to love, to love, to live forever long. നമ്മുടെ പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകമാർ, എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ സഹപാഠികൾ, എല്ലാവരെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഈ ഒത്തുചേരൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും ഓർമ്മകളും നൽകട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ എല്ലാവിധ വിജയത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി നമുക്ക് ഒരുപാട് സഹകരണങ്ങൾ ചെയ്തു തന്ന നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന കുഞ്ഞുമണി മാഷ്, സർ പ്ലീസ് കം. നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രിൻസിപ്പളും നമുക്ക് നമ്മുടെ ബാച്ചില് തന്നെ സുവോളജിക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രേമലത ടീച്ചറെ പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഈ പരിപാടിയിലൂടെ നമ്മളെ ഒരുപാട് സഹകരിച്ച് ഒരുപാട് നമുക്ക് ഉപദേശങ്ങൾ തന്ന് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെ സഹകരിച്ച സുന്ദർ ടീച്ചറെ അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസിലെ സാറും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും ഒരു സങ്കടം എന്നത് ഹ്യൂമാനിറ്റീസുകാർ നമുക്ക് ഇല്ല ഇപ്പോൾ. എങ്കിലും നമ്മുടെ അന്നത്തെ പെർമനന്റ് സാറും നമുക്ക് ഒരുപാട് ഉപദേശങ്ങളും നമ്മുടെ പഠന വിജയത്തിന് വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ തന്ന നമ്മുടെ ലിറ്റീഷ് സാറെ നമുക്ക് കുറച്ചു കാലം പഠിപ്പിച്ചതാണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് ബാച്ച് ഇവിടെ ഉണ്ട്. അവരുടെ പ്രത്യേകം സ്പെഷ്യൽ സ്റ്റാറായ നമ്മുടെ അനന്ത മാഷയും ഈ പരിപാടി വേദിയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇരിക്കണം. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന കുഞ്ഞമ്മദ് മാഷ് അവരെ കുഞ്ഞമ്മദ് മാഷെ ഉദ്ഘാടനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയൊക്കെ പല മനുഷ്യന്റെ പിന്നെ മനസ്സാണ്. ഏതായാലും പെട്ടെന്ന് മോശമില്ലാത്ത അയ്യൂരിൽ വെച്ച് ഇവിടെ വെച്ച് നടത്തുമ്പോൾ വേറൊരു മേന്മയാണ് കാണുന്നത്. നമ്മുടെ സദസ്സിൽ ഇപ്പോൾ ഉള്ള
അവിടെയാകുമ്പോൾ അത്ര ഫുള്ളാക്കായിട്ടുണ്ടാകും. അതുകൊണ്ട് അതുകൊണ്ട് മോശം വരാതെ വെച്ച് അത് പറഞ്ഞു. അപ്പൊ ഏതായാലും ഈ സമയമില്ലാത്ത ദിവസം, ഒട്ടും സമയമില്ലാത്ത ദിവസമാണ്. അപ്പൊ ഈ ദിവസത്തിൽ നിന്നോട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നീതിയിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ഷണിച്ച വളരെ സന്തോഷം. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ആ സമയത്ത് എത്തും. അപ്പൊ ഞാനത് നേരത്തെ 10 മണി വിളിച്ചു നോക്കിയിരുന്നു. സമയം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടേ കാലത്ത് വരുന്ന സ്വഭാവം കൊണ്ടുപോയി. അപ്പൊ എത്തിക്കല്ലെങ്കിൽ പറയില്ലേ, അന്ന് ശരിയായിരുന്നു ശരിയിലാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ സാധ്യത പറഞ്ഞു. പിന്നെ എല്ലാവരും ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് എത്തിയാൽ മതി. അപ്പൊ സമാധാനം തരും. അപ്പൊ അങ്ങനെയാണ് അല്പം കഴിഞ്ഞ് ഞാനിവിടെ എത്തിയത്. അപ്പൊ ഏതായാലും എൻ്റെ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് ഞാൻ മാത്രമല്ല, ഇവിടെ സന്നിഹിതമായിട്ടുള്ള നിങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെ എല്ലാവരും തിരക്കുകളിലാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള സംഗമം സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ആ മഹത്തായ കാര്യം, അതിന് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സമ്പാദ്യം, അധ്യാപകർക്ക് സമ്പാദ്യം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ സമ്പാദ്യമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികളായ നിങ്ങളും, അന്ന് വിദ്യാർത്ഥികളായിരുന്ന നിങ്ങളും, പിന്നെ ഞാൻ 31 വർഷക്കാലം അധ്യാപന ജീവിതം ഗവൺമെന്റ് തലത്തിൽ നിലക്കുള്ള ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്റെ സമ്പാദ്യം നമ്മൾ പറയേണ്ടത്. അത് മാത്രമല്ല, അധ്യാപകരുടെ ജീവിതചര്യകൾ, അവരുടെ പെരുമാറ്റം, പ്രവർത്തനങ്ങളെ സാധാരണഗതിയിൽ വിദ്യാർത്ഥികളെ അനുകരിക്കും. അത് അനുഭവത്തിൽ കൂടി തന്നെ പറയാം. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ അധ്യാപകരെ അനുകരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അതിൽ വിജയമേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഇവിടെ വന്ന് നിങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കുമ്പോൾ പലരും പല നിലയിൽ എത്തിയിരിക്കാൻ അധ്യാപകരായിട്ടുണ്ട്, സന്തോഷമുണ്ട്. അതല്ലാത്തവരുണ്ട്, അതിലും സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും ജീവിതത്തിലെ ഓരോ തുറകളിലെ എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിലേക്ക്, അതിന്റെ വിജയത്തിലേക്ക് എത്തിയവരും എത്തിക്കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ. അപ്പൊ നിങ്ങളുടെ സമീപമായ നിങ്ങളും ഇത് ചെയ്യണം. അപ്പൊ ഏതായാലും ഈ 3 ബേസുകളിലൂടെ ഇപ്പോ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോ വിദ്യാർത്ഥി സ്നേഹം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. സ്നേഹം ഇല്ലാത്തതല്ല, സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളില് ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് ഉണ്ട്. അത് ഞാൻ അധ്യാപകനായിട്ട് മാത്രമല്ല, പ്രിൻസിപ്പളായിട്ട് മാത്രമല്ല, ഏത് അധ്യാപകനും ഒരു വിദ്യാർത്ഥി നല്ലൊരു നിലവാരത്തിൽ എത്താമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 രീതിയിലുള്ള മാറ്റവും ഇപ്പോ ഉണ്ട്. അതില് കമ്പാരിറ്റീവ് സ്റ്റഡി ഇപ്പൊ നടക്കുന്നുണ്ട് എന്റെ മനസ്സിൽ. അന്ന് കണ്ടവര് വലിയ മാറ്റങ്ങൾ കൂടി ഇന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ പോകുന്നത് ആ അഴിയൂർ സ്കൂളിലെ ക്ലാസ് റൂമിലാണ്. ആ 3 ബേസിലുള്ള ആ വിദ്യാർത്ഥികളായ നിങ്ങള് അന്ന് നിങ്ങളെ പഠന രീതിയും മറ്റുള്ള പ്രവർത്തന രീതിയും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ആ ഓർമ്മയാണ് ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോഗ്യപ്രദമായി ജീവിക്കാൻ സാധിക്കുന്നു. കാരണം ഈ വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ നല്ല ഒരു ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനം അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ അയൽക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ നമ്മള് അപ്പോ അതൊക്കെ പോകേണ്ടതാണ്. അങ്ങനെ ഇന്റർവ്യൂ ഞാൻ നാട്ടിൽ വേറെ ഒരു സ്വീകരണം ഉണ്ടാകും. അപ്പൊ അങ്ങനെ പോയപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ റെഡിയാ, ടെസ്റ്റ് പാസ്സായി, ഇതൊക്കെ ശരിയായി. പക്ഷെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ളതില്ല. പക്ഷെ ആ സ്വീകരണമുണ്ട്. എന്റെ കൂടെ പോയ എന്റെ അയൽവാസിനാണ് അവനെ. അപ്പൊ ഞാൻ എത്ര ആലോചിച്ചിട്ടുണ്ട്. ഞാനിവിടെ അത് ഞാനിവിടെ പറയാനാണ്, അന്ന് നിങ്ങളെ ഒരു ചെറിയ പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വിഷയമായിരുന്നു. അതേ മാസമാണ് അല്ലേ? ആ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ ചിന്താഗതിയില്ലായിരുന്നു. പക്ഷെ ഇവനാ സുഹൃത്തില് മനസ്സിലാക്കിയിട്ട് കാണേണ്ടവരെ കണ്ടു, പോസ്റ്റിങ് ഉണ്ടാക്കി. അന്ന് ഞാനും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിന്ന് ബാങ്കിലെ മാനേജറോ ആരെങ്കിലും ആകുമായിരുന്നു. പക്ഷെ ഈ എനിക്ക് സങ്കടമില്ല, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. കാരണം
ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ